ലൂകി ഞാനിന്നോട്ടം തികച്ചോ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഏവർക്കും വേഗം വരുന്ന കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകാല് ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും എൻ്റെ വന്ദനവും ബഹുമാനപ്പെട്ട പാസ്റ്റർ CB ആൻഡ്രൂസ് സഹോദരനും അതുപോലെ അവിടെയുള്ള സലസഭയ്ക്കും പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ധാരാളം പേര് ഈ വചനം കേൾക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഞാനും നിങ്ങളും ഒരുപോലെ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മരണവും മരണാനന്തര ജീവിതവും. ഞാൻ അതിൻ്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പെറുക്കിയെടുത്ത് നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ പാപികളുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഞാൻ ഇന്ന് രാത്രിയിൽ പാപികളുടെ ന്യായവിധി കഴിഞ്ഞ് അവർ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ബൈബിളിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയ ആ സ്ഥലത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ഇന്ന് രാത്രി നമുക്ക് ധ്യാനിക്കാം. നാളെ രാത്രി ദൈവം അനുവദിച്ചാൽ സ്വർഗം, അതായത് വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവസാനത്തെ ക്ലാസ് ശനിയാഴ്ച നിത്യത എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ. ഞാൻ ഒട്ടും സമയം കളയാതെ വിഷയത്തിൽ കിടക്കുകയാണ്. വളരെ ദീർഘമേറിയ ഈ വിഷയം ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ തുടർന്നും ഈ വിഷയം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നരകം അല്ലെങ്കിൽ ഹെൽ എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാരംഭമായി ഞാനൊരു വാക്യം വായിക്കുകയാണ്. 2 തെസ്സലോനിയർ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 2 Thessalonians chapter 1 verses 10. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുക മഹത്വം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ആ വാക്ക് നോട്ട് ചെയ്യുക. നിത്യ നാശമെന്ന ശിക്ഷാവിധി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പാപികളുടെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, സുവിശേഷം അനുസരിക്കാത്തവരുടെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നിത്യ ശിക്ഷാവിധി. നമ്മളിവിടെ വായിക്കുന്നു, കർത്താവിന്റെ സന്നിധാനം വിട്ടകന്ന് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്നവർ മാറിപ്പോകും. ഒരിക്കലും അവർക്ക് മടങ്ങി വരാൻ സാധിക്കുകയില്ല. ആ നിത്യമായ ദൈവസന്നിധി വിട്ട് നിത്യമായി മാറിപ്പോയി നിത്യനാശം എന്ന ശിക്ഷാവിധി അവരെ വിളിച്ചു വരുത്തുകയാണ്. നമുക്ക് ആ ഭാഗം പിന്നീട് പഠിക്കാൻ, ചിന്തിക്കാനായിട്ട് സമയം അനുവദിക്കുന്ന അനുസരിച്ച് നോക്കാം. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. നരകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മനുഷ്യന് ഒരിക്കലും അവിടെ നിന്ന് മടങ്ങി വരാൻ നിവൃത്തിയില്ല. നിത്യശിക്ഷാവധിയാണ്, നിത്യാഗ്നിയാണ്. ഒരിക്കലും മടങ്ങി വരാത്ത, വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കേഴുന്ന,
എന്നും രാവും പകലും ദണ്ഡിപ്പിക്കപ്പെടുന്ന അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് ബൈബിള് വെളിപ്പെടുത്തുമ്പോൾ, അങ്ങനെ ഒരു നിത്യശിക്ഷാവിധിയുടെ ഒരു സ്ഥലമുണ്ടെന്ന് പറയുമ്പോൾ, നഷ്ടപ്പെട്ട ആത്മാക്കൾ അല്ലെങ്കിൽ ദേഹികൾ അവർ പുനരുദ്ധാനം പ്രാപിച്ച് ഈ അഗ്നിയിൽ വീഴുമ്പോൾ ഒരിക്കലും 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 അവർക്ക് അവിടെ നിന്നൊരു വിടുതലില്ല എന്ന് പറയുമ്പോൾ, ഈ സ്ഥലത്ത് നിന്ന് ആളുകളെ വലിച്ചിരട്ടിപ്പാൻ നമ്മൾ എത്ര ബാധ്യസ്ഥരാണ്, എത്രയോ ബാധ്യസ്ഥരാണ്. ഇതെത്രയോ അലാമിംഗ് ആണ്, ഇതെത്ര ഗൗരവപൂർണമാണ്. ഞാൻ ഓർപ്പിച്ചോട്ടെ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഭികരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം ഈ നിത്യശിക്ഷാവിധിക്ക് വിധേയപ്പെടുന്ന മനുഷ്യരുടെ ആ കഷ്ടതയും അവരുടെ വേദനയും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ അവരെ എന്തു വില കൊടുത്തും, തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോവുകയാണ്. മറ്റു വിധത്തിൽ നമ്മൾ ഓർത്താൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ അത്ര വലുതാണ്. മറുഭാഗത്ത് നിത്യശിക്ഷാവിധിയാണ്. നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേറെ യാതൊരു മാർഗവുമില്ല. ലോകത്തിൽ ഒരിടത്തും നമുക്ക് ഈ വെളിപ്പാട് കിട്ടിയിട്ടില്ല. നമുക്ക് ഈ നരകത്തെ കുറിച്ച്, ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് ശാസ്ത്രത്തിനൊന്നും പറയാനില്ല. മരണശേഷം മനുഷ്യന്റെ അനുഭവങ്ങളൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഈ വിഷയം എങ്ങനെയെങ്കിലും പഠിക്കണമെങ്കിൽ അതിനൊറ്റ മാർഗം വിശുദ്ധ വേദപുസ്തകം, അല്ലെങ്കിൽ ഇത് ദൈവത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഈ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ, ഈ പ്രതിഫലം, ന്യായവിധി, ഇതൊക്കെ പഠിക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നല്ലാതെ നമുക്കിത് മനസ്സിലാക്കാൻ മറ്റൊരു മാർഗമില്ല. നമ്മുടെ വിഷയത്തിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാം. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ നരകം, മലയാളത്തിൽ നരകം, ഇംഗ്ലീഷിൽ ഹെൽ എന്നാണ്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു, മരിച്ച ശേഷം ആത്മാക്കൾ കടന്നു പോകുന്ന യാതന സ്ഥലത്തിന് ഷിയോളെന്നും ഹേഡീസ് എന്നും പറയുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ഷിയോളെന്നും പുതിയ നിയമത്തിൽ ഹേഡീസ് എന്നും പറയുന്നു. രണ്ടും ഒരു സ്ഥലം തന്നെയാണ്, യാതനാ സ്ഥലം. അവിടെ ശരീരമില്ല. തലവാൻ പറയുന്നു, ഞാൻ ഈ തീജ്വാലയിൽ യാതന അനുഭവിക്കുന്നു. സോ ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ടോർമെന്റ്, ബട്ട് ദർ ഇസ് നോ ബോഡി. അവർക്ക് ശരീരമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ അന്ത്യ ന്യായവിധി കഴിഞ്ഞ് പാപികൾ ചെന്ന് വീഴുന്ന സ്ഥലത്തെ കുറിച്ച് ആരാ വെളിപ്പെടുത്തിയെന്നറിയാമോ? പറയാം. പുതിയ നിയമത്തിൽ there are 12 references, 12 റെഫറൻസ് ഉണ്ട് പുതിയ നിയമത്തിൽ. നരകം എന്ന വാക്ക്, അതിന് ഗ്രീക്ക് ഭാഷയിൽ ഗീഹെന്ന എന്നാണ്. ഗീഹെന്ന, ഷിയോളല്ല, ഹേഡീസ് അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, നരകമെന്ന വാക്ക് ഗീഹെന്ന എന്നാണ്. 12 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? പൗലോസാണോ? അല്ല. 11 പ്രാവശ്യം ഇത് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഗീഹെന്ന എന്ന വാക്ക് 12 പ്രാവശ്യം പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സോറി, 11 പ്രാവശ്യം, 12 പ്രാവശ്യത്തിൽ 11 പറഞ്ഞത് കർത്താവാണ്. പിന്നീട് 12ാമത്തെ പ്രാവശ്യം യാക്കോബ് 3:6 വായിക്കുന്നു, നരകത്താൽ അതിന് തീ പിടിക്കും. യാക്കോബ് 3:6, ജെയിംസ് ചാപ്റ്റർ 3:6. അവിടെയാണ് നമ്മള് 12ാമത് കഥ 11 പ്രാവശ്യം കർത്താവ് പറഞ്ഞു, 12ാമത് യാക്കോബ് 3:6 വായിക്കുന്നു. എന്താ കർത്താവ്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹി വാസ് എ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഒരു ഹെൽപ്പ് പ്രീച്ചറാണ്. നരകത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് യേശു ക്രിസ്തുവാണ്, മറ്റാരുമല്ല. പൗലോസല്ല, യോഹന്നാനല്ല. നമ്മള് തിരുവചനത്തിൽ ഓർത്തതുപോലെ നരകമെന്ന വിഷയം 12 പ്രാവശ്യം, ഗിഹെന്ന എന്ന വേർഡ് 12 പ്രാവശ്യം പുതിയ നിയമത്തിലുള്ളതിൽ 11 പ്രാവശ്യവും നമ്മോട് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താ അതിന്റെ കാരണം? ഈ നരകം സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തു ആണോ? ഒന്നെടുത്തേ സിസ്റ്ററെ, കൊലോസ്യർ 1:15-16 ഒന്ന് വായിച്ചാട്ടെ. ഈ നരകം സൃഷ്ടിച്ച കർത്താവാണോ നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യം.
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൃശ്യമായതും അദൃശ്യമായതും, കാണാൻ കഴിയാത്തതും എല്ലാം സൃഷ്ടിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. നരകം ഒഴിച്ചെന്നല്ല പറഞ്ഞത്, ദൃശ്യമായതും അദൃശ്യമായതും അവനാണ് സൃഷ്ടിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ഭയാനകമായി നരകം എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചത്? സമയം അനുവദിച്ചാൽ നമ്മൾ അത് പഠിക്കും. വെറും ഫ്ലെയിം അല്ല, ഇറ്റ് ഈസ് ലിക്വിഡ് ഫ്ലെയിം. നമ്മൾ വായിച്ചു നിത്യാഗ്നി, തീ പൊയ്ക എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. തീ പൊയ്ക മലയാളത്തിൽ ലേക്ക് ഓഫ് ഫയർ എന്നാണ്. ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് ഫോം. എന്തിനാണ് ഇങ്ങനെ ഭയാനകമായി കർത്താവ് സൃഷ്ടിച്ചത്? റോമലേഖനം 9-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മളത് മുഴുവൻ വായിക്കണമെന്ന്. റോമൻ ചാപ്റ്റർ 9 അതിന്റെ 22 തൊട്ടുള്ള വായിച്ചാൽ, ദൈവത്തിന്റെ കോപം കാണിപ്പാൻ, ശക്തി വെളിപ്പെടുത്തുവാൻ. എന്നാൽ ദൈവത്തിന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും. നമ്മൾ മതി, ആദ്യത്തെ ഭാഗം മതി. ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്താനും നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിക്കുന്നു. ദൈവം തന്റെ കോപം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് നരകം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിത് വായിക്കുമ്പോഴൊക്കെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബം നാട്ടിയിട്ട് ജനങ്ങൾ പ്രഖ്യാപിച്ചു, ആരെങ്കിലും ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ തീച്ചൂളയിലിടും. 3 പേരെ പിടിച്ചുകൊണ്ടുവന്നു. രാജാവ് അവരെ നേരെ തീച്ചൂളയിൽ ഇട്ടില്ലേ. നമ്മൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി ഉണ്ടാക്കുന്നു, തീച്ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂട്ടാൻ പറഞ്ഞു. എന്തിനാണ് ഈ തീച്ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂട്ടിയത്? രാജാവിന്റെ കോപമാണ്. രാജാവിന്റെ കോപം നോക്കുക. നമ്മൾ സാക്ഷ്യവാക്യം 19-ന്റെ 12-ഉം 20-ന്റെ 2-ലും എന്താ വായിക്കുന്നത്? രാജാവിന്റെ കോപം സിംഹഗർജനം പോലെ. ഇറ്റ് ഈസ് ലൈക്ക് ദ റോറിംഗ് ലയൺ. ഒരു രാജാവിനെ കോപിപ്പിച്ചാൽ അത് സിംഹഗർജനം പോലെയാണ്. ഇവിടെ നെബൂഖദ്നേസർ രാജാവിനെ കോപിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം നോക്കിക്കാട്ടെ. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 14 അതിന്റെ 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കിക്കാട്ടെ. അവിടെ ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. എന്റെ സഹോദരന്മാരെ, ദൈവ കോപത്തിന്റെ ആ വാക്ക് നോക്കിയാൽ പകർന്നിരിക്കുന്ന കലർപ്പില്ലാതെ ദൈവക്രോധം. നോക്കുക, ദൈവത്തിന്റെ ക്രോധം അത് അങ്ങോട്ട് ചൊരിയുകയാണ്. ആരാണിത്? സർവശക്തനായ ദൈവത്തിന്റെ കോപം. ഒരു നിമിഷം ചോദിച്ചോട്ടെ, നെബൂഖദ്നേസർ രാജാവും ആ തീച്ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂട്ടിയെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ കോപം ഇത്ര വലിയ രക്ഷ തിരസ്കരിച്ചു കളഞ്ഞ ഈ മാനവരാശി അന്ത്യ ന്യായവിധി കഴിഞ്ഞ് അവരെ തെളിയിടുന്ന സ്ഥലം ഒരുക്കിയെടുത്തത് കർത്താവാണ്. പക്ഷെ അത് മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയതാണ്. സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയതാണ്. കർത്താവ് അത് ദൈവ കോപം കാണിപ്പാൻ ഒരുക്കിയ സ്ഥലം എത്ര ഭയാനകമാണെന്ന് ഓർത്തു നോക്കുക. അതുകൊണ്ടാണ് ഇത് സൃഷ്ടിച്ച കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മാനവരാശി അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാൽവറി ക്രൂശിൽ തന്നെത്താൻ മരിച്ചിട്ട് അവന്റെ പരസ്യ ശുശ്രൂഷയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിന്റെ വലങ്കയാണോ നിനക്കിടർച്ച, നീ അത് വെട്ടിക്കളയുക. നിന്റെ കണ്ണാണോ ചൂഴ്ന്നെടുത്ത് കളയുക. 2 കണ്ണുള്ളവനായി നിത്യനരകത്തിൽ നീ വീഴുന്നതിനെക്കാട്ടിൽ 1 കണ്ണുള്ളവനായി നിത്യജീവനിൽ കടക്കുന്നതാണ് അനുഗ്രഹമെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. അത്ര ഭയാനകമാണ് ആ പ്രദേശം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളൊക്കെ എന്റെ മുന്നിലുണ്ട്.
ഒരു ഭാഗം ഒന്നെടുക്കാം, മർക്കോസിന്റെ സുവിശേഷം ഒന്നെടുക്കാം. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 9 നമ്മുടെ കർത്താവിന്റെ വാക്കുകളാണ്. ഞാൻ പറഞ്ഞു, ഈ നരകമെന്ന വാക്ക് അപ്പോസ്തലന്മാരല്ല പഠിപ്പിച്ചത്, അവർക്ക് നമ്മുടെ കർത്താവാണ് ഇത് പഠിപ്പിച്ചത്. അവൻ അവൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും അവനാണത് സൃഷ്ടിച്ചതും. നമ്മള് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 43 തൊട്ട് 47 വരെയുള്ള വാക്യം വായിച്ചാൽ ആ നരകമെന്ന വാക്ക് കർത്താവ്, ഗീഹന്ന എന്ന വേർഡ് കർത്താവ് 3 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈമുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളക. ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. എല്ലാവരും പ്രിയപ്പെട്ടവരെ, 3 പ്രാവശ്യം കെടാത്ത തീ ആ നരകത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. മനുഷ്യന്റെ ശരീരം, ആ ശരീരത്തിൽ വിലപ്പെട്ട കണ്ണ്, കയ്യ്, കാല്, അതിനെ വെട്ടിയെടുത്ത് കളയാൻ കർത്താവ് പറയുന്നു. എന്താ കാരണം? നിനക്ക് ജീവനിൽ കടക്കുവാൻ അതാണ് നിനക്ക് തടസ്സമെങ്കിൽ ബെറ്റർ യു പ്ലക്ക് ഔട്ട് യുവർ ഐസ്. നീ ജീവനിൽ കടന്നോ, കാരണം ഇതിന്റെ ഭയാനകത്വം കർത്താവിനറിയാം. ഇവിടെ വായിച്ചതുപോലെ ഈ തീ കെടുന്നതല്ല. എന്റെ സഹോദരന്മാരെ, വീണ്ടും നമ്മൾ ഓർത്തു നോക്കിയാൽ, ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, മനുഷ്യനെ ഏറ്റവും അധികം വഞ്ചിക്കാൻ സാത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അധികം മനുഷ്യനെ വഞ്ചിക്കുന്നത്. ഞാനൊരു സർവേ റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. ഏതാനും വർഷം മുമ്പാ വായിച്ചു, പക്ഷേ ഞാനത് കുറിച്ചു വെച്ചു. അതായത് ഒരു ദൈവദാസൻ, അവിടെയുള്ള ഒരു സ്കോട്ട്ലൻഡിലെ പുരോഹിത വർഗത്തെ, അതായത് അവിടെ സഭയ്ക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്ത് അദ്ദേഹം കണക്കലെടുക്കുക. വേദപുസ്തകം ദൈവവിശ്വാസ്യമാണെന്ന് വിശ്വസിക്കുന്നു, യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നരകത്തെ കുറിച്ച് കാര്യങ്ങള് വിലയിരുത്തിയപ്പോൾ നോക്കുക, അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. അത്ഭുതകരമായി എനിക്ക് തോന്നിയത്, അവിടെ പറഞ്ഞിരിക്കുന്നത് 37 സ്കോട്ടിഷ് പ്രീസ്റ്റ് still believe there is a hell. നോക്കിയേ നിങ്ങൾ അതിന്റെ വിരോധാഭാസം. സ്കോട്ട്ലൻഡിലെ 37% പുരോഹിതന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന്. ബാക്കിയുള്ളവരൊന്നും വിശ്വസിക്കുന്നില്ല. നരകമെന്ന് പറഞ്ഞാൽ അവർക്ക് പരിഹാസമാണ്. അതുകൊണ്ട് അത്ഭുതകരമായി പറയുകയാണ്, 37% സ്കോട്ടിഷ് പുരോഹിതന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന്. ഭയങ്കരമാണ്. എന്താ കാരണം? സാത്താൻ തന്റെ സകല പൂണിയിലെ ആയുധങ്ങളും ഉപയോഗിച്ച് മനുഷ്യനെ വഞ്ചിക്കുകയാണ്. നമ്മള് വെളിപ്പാട് 12:9 വായിക്കുന്നുണ്ട്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും. റെവലേഷൻ 23:20-3 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ, in order not to deceive the nations, he is deceiving the nations. രാഷ്ട്രങ്ങളെ കബളിപ്പിക്കുകയാണ്. ഞാൻ 2 കാപട്യത്തിന്റെ വലിപ്പം കാണിക്കാം. നിങ്ങളത് അങ്ങനെയാണോ എന്നൊന്ന് പരിശോധിച്ചു കൊള്ളുക. നിങ്ങൾ 2 കൂട്ടരെ കുറിച്ച്, ഒന്ന് കാത്തലിക്സ്, മറ്റൊന്ന് യഹോവ വിറ്റ്നസ്. ഈ യഹോവ വിറ്റ്നസസിന് അവരുടേതായ ഒരു ബൈബിളുണ്ട്. യഹോവ വിറ്റ്നസിന്റെ ബൈബിള് നിങ്ങൾ വായിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ ലൂക്കോസ് 16:23-28 ധനവാൻ പറയുന്നുണ്ട്, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ സഹോദരന്മാർ 5 പേരുണ്ട്, അവര് ഈ സ്ഥലത്ത് വരാതിരിക്കാൻ
അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് അബ്രഹാമിനോട് പറയുക, മരിച്ചവരിൽ നിന്ന് ഒരുത്തനെ അയക്കുക, അവരിവിടെ വരാതിരിക്കാൻ. നോക്കുക, യഹോവ വിറ്റ്നസസിന്റെ ബൈബിള് നോക്കിയാൽ ഈ നരകമെന്നുള്ള പാതാളമെന്നുള്ള സ്ഥലമുണ്ടല്ലോ, അവരതിന് ഗ്രേവ് എന്നാക്കിയിരിക്കുക, കല്ലറയെന്നാക്കിയിരിക്കുക. എന്നെ സഹോദരന്മാരെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ ഓർത്തതുപോലെ ഹേഡീസ് എന്ന വാക്കാണ്. കല്ലറ എന്നുള്ള വാക്കാണെങ്കിൽ അതിന് ഖേബർ എന്ന വാക്ക് വന്നതിനെ നമ്മൾ പറയത്തില്ലേ ഖബറെന്ന്, ഖബറടക്കി, ഖബർ എന്നുള്ള വേർഡ് വന്നതിനെ ഖേബർ. ആ വാക്കിന് പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹേഡീസ് എന്ന വാക്ക. മാത്രമല്ല, നിങ്ങൾ ലൂക്കോസ് 16:23 നോക്കിയാൽ ഹേഡീസ് എന്ന വാക്ക് ക്യാപിറ്റൽ ലെറ്ററുമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ പ്ലേസ്. അത് ക്യാപിറ്റൽ ഉപയോഗിച്ചിരിക്കുക. എന്നാൽ യഹോവ വിറ്റ്നസസ് ഇങ്ങനെ, ഞാൻ ഓർപ്പിച്ചോട്ടെ, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പിന്നെന്തിനാ ഇവർ വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്നത്? അവര് കയറി നടക്കുന്നത് നരകത്തിൽ നിന്നൊന്നും വിടുവിക്കാനല്ല, നരകമില്ലല്ലോ. അവര് കയറി കിടക്കുന്നത് ആളുകളെ പിടിച്ച് അവരുടെ സഭയിൽ ചേർക്കാനാണ്. രണ്ടാമത്, കത്തോലിക്കര് ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് എന്തുവാ ലിംബോ ഓർ പർഗേറ്ററി. അവര് പഠിപ്പിക്കുന്നത് ബെർസ്പുക്കാന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ബെർസ്പുക്കാനായിൽ പോകും. ഇംഗ്ലീഷിലെ ലിംബോ ഓർ പർഗേറ്ററി എന്ന് പറയുന്ന സ്ഥലം. അവിടെ കിടക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥന കഴിച്ചാൽ മതി, ഇവിടെ കുർബാന കഴിപ്പിച്ചാൽ മതി, ഇവിടെ അവരുടെ പാപത്തിന് ക്ഷമയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ ഈ ബെർസ്പുക്കാനായിൽ നിന്ന് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. കർത്താവ് പറഞ്ഞ അതാണോ? ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയാണ്. ആർക്കും അത് മാറ്റാൻ നിവൃത്തിയില്ല. മാത്രമല്ല, കർത്താവ് പറഞ്ഞു, ആ ഭാഗത്ത് പറഞ്ഞു, ലൂക്കോസ് 16:26, എനിക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു വിള്ളലുണ്ട്. എ ഗ്രേറ്റ് ഗൾഫ് ഈസ് ഫിക്സഡ്. ആര് ഫിക്സ് ചെയ്തു? ദൈവം ഫിക്സ് ചെയ്തു. അവിടെ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് കടക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോഴാണ് പറയുന്നത്, ഇവിടെ പ്രാർത്ഥന കഴിച്ച് കുർബാന കഴിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റാമെന്ന്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ക്ഷമിക്കണേ, പോപ്പിന് പല പേരുണ്ട്. അതിൽ ഒരു പേരാണ് പൊന്തിഫസ് മാക്സിമസ്. നിങ്ങൾ അതിന്റെ അർത്ഥം എന്ന് നോക്കിയേ. പൊന്തിഫസ് മാക്സിമസ്, ചീഫ് ബ്രിഡ്ജ് ബിൽഡർ. മരിച്ചവരും ജീവിക്കുന്നവരും തമ്മിലുള്ള പാലം പണിയുന്നവൻ, ചീഫ് ബ്രിഡ്ജ് ബിൽഡർ. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കോർക്കണം, ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ടും അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ടും വരാനൊക്കില്ല. അല്ലയോ, എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് പറയട്ടെ, ഒരു പോപ്പിനും ഒരു പുരോഹിതനും പാലം പണിതൊരുത്തനെ അപ്പുറത്ത് കിടത്താൻ നിവൃത്തിയില്ല. പിന്നെ ആരാ ഇതൊക്കെ പറയുന്നത്? സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തത് 37% സ്കോട്ടിഷ് പുരോഹിതന്മാർ ഇപ്പോഴും നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഇതിന്റെ 37% എന്നുള്ളത് അതും കുറഞ്ഞു കാണും. എന്തൊരു കാപട്യമാണ് നോക്കുക. ഭയാനകമായ ഒരു കാപട്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. നമുക്കിനിയും ഉള്ള സമയം ഈ വിഷയത്തിന്റെ ഗൗരവത്തിലേക്കൊന്ന് കടക്കാൻ നോക്കാം. ഈ വിഷയം പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഗൗരവമായി കണ്ട ഒരു വാക്യമാണ് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം, ഐശയ്യാ ചാപ്റ്റർ 14. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. ഐശയ്യാ 14:9. നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മതി, അതിന്റെ 10-ാം വാക്യം നോക്കട്ടെ. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. യെസ്, നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. ആരോടായി പറയുന്നത്? നെബൂഖദ്നേസർ രാജാവിനോടാണ്. ആണോ? 4-ാം വാക്യം നോക്കിയേ സിസ്റ്ററെ. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും, പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി,
സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. മതി. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവ്, സ്വർണ്ണ ആ തല കൊണ്ട് ദാനിയേൽ 2 പ്രതിനിധീകരിച്ച ആ സാമ്രാജ്യമാണ് നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യം. അവന് നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 6-ാം വാക്യത്തില് 6-ാം വാക്യത്തില് വംശങ്ങളെ ഇടവിടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്തവനെ തന്നെ. നോക്കുക, അവൻ ജാതികളെ ക്രോധത്തോടെ ഭരിച്ചു. ആർക്കും അവന്റെ മുന്നിൽ നിൽപ്പാൻ നിവൃത്തിയില്ല, ആർക്കും അവരെ തടസ്സപ്പെടുത്തുവാൻ കഴിയില്ല. ഈ ബാബേൽ രാജാവ് ഇവിടെ ക്രൂരമായ ഭയങ്കരമായ ഒരു ഭരണമാണ് നടത്തിയത്. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവന്റെ കരങ്ങളിൽ. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അവൻ മരിച്ചു. നെബൂഖദ്നേസർ മരിക്കുകയാണ്. മരിച്ചപ്പോൾ ഈ ലോകത്തിൽ സ്വസ്ഥതയായി. എന്നാൽ നമ്മള് മറുലോകം ഇവിടെ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരിക. ഇത്ര വലിയ രാജാവ് മരിച്ചു. നോക്കാം 9-ാം വാക്യം, നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം വിളങ്ങിയിരിക്കുന്നു. ഇവിടെ മരിച്ചു, വലിയ രാജാവ് മരിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച അടക്കമൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വലിയ ആഡംബരമായ ഒരു അടക്കമായിരിക്കും. കാരണം അത്ര വലിയ രാജാവാണ് നെബൂഖദ്നേസർ. എന്നാൽ മറുലോകം, ഈ തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള ലോകം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ വായിക്കാതെ ഞാൻ ഓർപ്പിക്കട്ടെ, ഫിലിപ്പ് ലേഖനം 2:10 നമ്മൾ എടുക്കുമ്പോൾ, ഫിലിപ്പ് ലേഖനം 2:10 മറ്റു വാക്യം എടുക്കാതെ ഞാൻ പറയാം. സ്വർലോകം, ഭൂലോകം, അധോലോകം, 3 ലോകമുണ്ട്. സ്വർലോകം, ഭൂലോകം, അധോലോകം. നമ്മൾ ഇന്ന് ഭൂലോകത്തിൽ ജീവിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ സ്വർലോകം അല്ലെങ്കിൽ അധോലോകത്തിലേക്ക് പോകും, അണ്ടർ ദ എർത്ത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, താഴെ കീഴെ പാതാളം ഇളകിയിരിക്കുകയാണ്. ഇത്ര വലിയ രാജാവ് മരിച്ച് ഈ പാതാളത്തിൽ ചെന്നപ്പോൾ അവിടെ മുഴുവൻ ഇളകിമറിഞ്ഞു. എന്നാൽ അവിടെ ഇളകിമറിഞ്ഞിടത്ത് ഒരു വാക്ക് ശ്രദ്ധിക്കപ്പെട്ടു. എന്താണെന്ന് നോക്കട്ടെ, 9-ാം വാക്യത്തിന്റെ മധ്യഭാഗം, അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരായ പ്രേതാത്മാക്കളെയും ഉണർത്തുന്നു. ഇവിടമാണ് ഭയപ്പെടേണ്ടത്. നെബൂഖദ്നേസർ പാതാളത്തിൽ ചെന്നപ്പോൾ പ്രേതാത്മാക്കളെല്ലാം കൂടെ ഇളകി. മലയാളത്തിൽ പ്രേതാത്മാക്കൾ എന്നാ. എന്നാൽ അത് എന്റെ കയ്യിലുള്ള കീ സ്റ്റഡി ബൈബിൾ ഞാൻ എടുത്തു വെച്ച് നോക്കി. അത് ലാംഗ്വേജിനുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ബൈബിളാണ് കീ സ്റ്റഡി ബൈബിൾ, ഹീബ്രു ഗ്രീക്ക് സ്റ്റഡി ബൈബിൾ. ആ എബ്രായ ഭാഷയിൽ റാഫ എന്ന വാക്കാണ്. പ്രേതാത്മാക്കൾ എന്ന് പറഞ്ഞാൽ റാഫ എന്ന വാക്കാണ്. റാഫ എന്ന് പറഞ്ഞാൽ എ ജയന്റ്, എ ഗോസ്റ്റ്. മലയാളത്തിൽ അത് ഭാഷാന്തരം ചെയ്തു പ്രേതാത്മാക്കൾ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 1950കളിൽ കർത്താവിനെ ശുശ്രൂഷിച്ച ഒരു ദൈവദാസനാണ് ഡാൾഫോർ പ്രൈസ്. അദ്ദേഹം ഈ ഭാഗത്തെ കുറിച്ച് പ്രസംഗിച്ചത് എനിക്ക് വായിക്കാനായിട്ടിടയായിത്തീർന്നു. ഡാൾഫോർ പ്രൈസ് ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞത്, ഏത് മനുഷ്യനും മരിച്ചു ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ട് താഴെ. There is a reception committee in hell. താഴെ പാതാളത്തിൽ അവനെ സ്വീകരിപ്പാൻ ഒരു കമ്മിറ്റി ഉണ്ട്. അതാണ് നെബൂഖദ്നേസർ മരിച്ചപ്പോൾ താഴെ പാതാളത്തിൽ പ്രേതാത്മാക്കൾ ഇളകിയിരിക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, നോക്കുക, ദൂതന്മാരെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ്, സൗന്ദര്യമുള്ളവരായിട്ടാണ്. എന്നാൽ അതിന്റെ നേരെ എതിരാണ് ഈ പ്രേതാത്മാക്കൾ. ഹീനിയസ് ക്രീച്ചേഴ്സ്, ഭയം ജനിപ്പിക്കുന്ന ജീവികൾ. അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ പേടി തോന്നും. അങ്ങനെ ഭയാനകമായ റാഫ എന്ന ഇബ്രായ വാക്കിൽ പറഞ്ഞിരിക്കുന്ന ജീവികളെല്ലാം കൂടെ പാതാളത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുക. ആരെ സ്വീകരിക്കാൻ? ഈ നെബൂഖദ്നേസർ രാജാവിനെ സ്വീകരിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഭയങ്കരമാണ്, എന്തൊരവസ്ഥയാണ്, എന്തോ ഒരു സ്ഥലമാണ്.
ഓ, ഇത് ഭയങ്കരമാണ്. എന്നാൽ നമ്മുടെ കർത്താവ്, നമുക്ക് ആ ഭാഗത്തിന്റെ വിശദീകരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ നോക്കാം. നമ്മുടെ കർത്താവ് ഈ ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, ഈ 11 പ്രാവശ്യം പുതിയ നിയമത്തിൽ നരകം, കെടാത്ത തീയായ നരകം കർത്താവ് ഉപയോഗിച്ചത് ഗീഹന്ന എന്ന വേർഡാണ്. അതിന്റെ ഗ്രീക്ക് വാക്ക് ഗീഹന്ന എന്ന. എന്തിനാ അത് ഉപയോഗിച്ചത്? ഗീഹന്ന എന്ന് പറഞ്ഞാൽ വാലി ഓഫ് ഹിനോം എന്നാണ്. വാലി ഓഫ് ഹിനോം. ഇസ്രയേൽ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾ ആ വാലി കണ്ടു. ഞാൻ പോകുമ്പോഴൊക്കെ ആ വാലി നോക്കും. നോക്കുക, യെരുശലേം എന്ന് പറയുന്നത് മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. ആ പട്ടണത്തിന് പല വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിലാണ് കുപ്പവാതിൽ. കുപ്പവാതിൽ. എന്തിനാ അതിനെ കുപ്പവാതിൽ എന്ന് വിളിക്കുന്നത്? ആട്ടുവാതിലുണ്ട്, ആടിനെ കൊണ്ടുപോകുന്ന വാതിലാ ആട്ടുവാതിൽ. ദമസ്കോസ് വാതിലുണ്ട്, അത് ദമസ്കോസിലോട്ട് ദമ്മശേക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന വഴി കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടാണ് അത് തുറന്നിരിക്കുന്നത്. അതുപോലെ ഈ പട്ടണത്തിന് ഒരു കുപ്പവാതിൽ എന്ന് പറഞ്ഞൊരു വാതിലുണ്ട്. ആ പട്ടണത്തിലെ എല്ലാ വേസ്റ്റും കൊണ്ടുപോകുന്നത് ആ വാതിലിനകത്തൂടെ കൊണ്ടുപോയി എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ പട്ടണത്തിന് പുറത്തുള്ള ഈ ഗീഹന്ന വാലി, വാലി ഓഫ് ഹിനോമിൽ കൊണ്ടുപോയിടും. അവിടെ എന്തുവാ സംഭവിക്കുന്നത്? അത് കത്തിക്കൊണ്ടിരിക്കുക. അൺവാണ്ടഡ്, ഓൾ അൺവാണ്ടഡ് എലിമെന്റ്സ്, അൺവാണ്ടഡ് ആനിമൽസ് ഡെഡ് ബോഡി, അൺവാണ്ടഡ് പീപ്പിൾസ് ഡെഡ് ബോഡി, അതെല്ലാം കൂടെ എടുത്തെറിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. നോക്കുക, അതെല്ലാം കൂടെ എടുത്തെറിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തിലേക്കാണ്, ഈ ഭാഗത്തിലേക്കാണ്. അതായത് ഈ ഗീഹന്ന വാലിയിലാണ്. അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക തീ. മാത്രമല്ല, അവിടെ കിടക്കുന്ന ഡെഡ് ബോഡിയിൽ പുഴുക്കളൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ആ സ്ഥലത്തിന്റെ പേര് വാലി ഓഫ് ഹിനോം, ഹിനോം താഴ്വര. ഗീഹന്ന എന്നാണ് അത്. അതിന്റെ ഗീ എന്ന് പറഞ്ഞാൽ വാലി എന്നാണ്. വാലി ഓഫ് ഹിനോം, ഗീ ഹിന്നോം, വാലി ഓഫ് ഹിനോം. ആ വാക്കെടുത്ത് എന്തിനാ കർത്താവ് ഈ നരകത്തിന് ഉപയോഗിച്ചത്? വൈ? എന്തിനാണ് കർത്താവ് നരകത്തിന് ആ വാക്കെടുത്ത് ഉപയോഗിച്ചത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് 2 കൊരിന്ത്യർ 12:3 വരുമ്പോൾ അവൻ 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. പിന്നീട് പറയുന്നത് എന്താ? പറുദീസയോളം എടുത്തുകൊള്ളപ്പെട്ടു. He was taken up to paradise. പാരഡൈസ് എന്നുള്ള വാക്ക് എന്തിനെയാ കാണിക്കുന്നത്? പേർഷ്യൻ രാജ്യത്തിൽ ഉണ്ടായിരുന്ന മനോഹരമായ ഒരു ഗാർഡനാണ് ഈ പാരഡൈസ്. മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിൽ മനോഹരമായ ഒരു ഗാർഡനാണ് പാരഡൈസ്. അവിടെ പൂക്കളും മരങ്ങളും ചെടികളും മാത്രമല്ല, ഇവർക്ക് രാജാക്കന്മാർക്ക് വേട്ടയ്ക്ക് വേണ്ട മൃഗങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അത്ര രസകരമായ ഒരു സ്ഥലമാണ് പാരഡൈസ്. സ്വർഗത്തിന് ഈ പാരഡൈസ് എന്ന പദം ഉപയോഗിച്ചത് എന്തിനാ? നരകത്തിന് കർത്താവ് ഈ ഗീഹന്ന വാലിയുടെ പേരെടുത്ത് ഗീഹന്ന എന്ന വാക്ക് എന്തിനാ ഉപയോഗിച്ചത്? ഇത് രണ്ടും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. ഹെവൻ ഈസ് ഇൻവിസിബിൾ, ഹെൽ ഈസ് ഓൾസോ ഇൻവിസിബിൾ. ഈ കാണാൻ കഴിയാത്തത് നമുക്ക് മനസ്സിലാക്കി, വിഷ്വലാക്കി തരുവാൻ, നമ്മളെ മനസ്സിലാക്കി തരുവാനായിട്ട് തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണിത്. പാരബിൾസ് എന്തിനാ പറഞ്ഞത്? ഉപമകൾ എന്തിനാ പറഞ്ഞത്? സ്വർഗീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കഥകളാണ്, സംഭവങ്ങളാണ് പാരബിൾസ്. അതുപോലെ പാരഡൈസ് സ്വർഗത്തിന് ഉപയോഗിച്ചപ്പോൾ, സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനോഹരത്വവും അവിടെയുള്ള സന്തോഷവും പ്രമോദവും ഒക്കെ മനസ്സിലാക്കി തരുന്നു. ഗീഹന്ന എന്ന് പറയുമ്പോൾ ആ വാക്ക് കർത്താവ് നരകത്തിന് ഉപയോഗിച്ചപ്പോൾ നരകം എന്താണെന്ന് കർത്താവ് മനസ്സിലാക്കി തരികയാണ്. ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ ആ വാക്കെടുത്ത് ഉപയോഗിച്ച്? ഇത് നരകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് വേസ്റ്റ് എന്നുള്ള വേർഡ്, വേസ്റ്റ് ആണ്. ഈ ഗീഹന്ന വാലിയുടെ പ്രധാനപ്പെട്ട സ്ഥലം എന്താന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് വേസ്റ്റ്. യെസ് ബ്രദേഴ്സ്, നരകമതാണ്, നരകമതാണ്. ഇനി ഞാൻ ആ പഠനം ഒന്നെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ ബൈബിളിൽ ഒരു പ്രത്യേക പദമുണ്ട്.
അതിന്റെ ഏറ്റവും മനോഹരമായ വാക്യം യോഹന്നാന്റെ സുവിശേഷം 3:16. എനിക്ക് നിങ്ങൾക്ക് കാണാതറിയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, നശിച്ചു പോകുക എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ബൈബിളിൽ. മത്തായിയുടെ സുവിശേഷം 10:28 കർത്താവ് പറഞ്ഞു, ദേഹിയെ കൊന്നിട്ട് അധികം ചെയ്യുവാൻ കഴിയുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ, ആ വാക്ക് നോക്കിയേ, നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ ഭയപ്പെടുക. യൂദാസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 17:12 യോഹന്നാൻ 17:12 ആ നാശയോഗ്യൻ ഒഴികെ എല്ലാവരെയും ഞാൻ സൂക്ഷിച്ചു. യൂദായിക്ക് പറഞ്ഞ പേരാണ് നാശയോഗ്യൻ. നോക്കിയാട്ടെ, കർത്താവ് വീണ്ടും മത്തായി 7:13 പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലവുമാണ്. ഇവിടെയെല്ലാം നമ്മൾ നോക്കിയാട്ടെ, നരകത്തിൽ പോകുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ് നാശത്തിലേക്ക് പോകുക, പെർഡീഷൻ. യോഹന്നാൻ 3:16 പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത്. നാശം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാശം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കണം. നാശം എന്ന വാക്കിന്റെ അർത്ഥം വേസ്റ്റ് എന്നാണ്. വേസ്റ്റ് എന്നാണ്. ഞാനും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. മനുഷ്യനെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോട് സംസർഗം നടത്തുവാൻ. God wanted man to be in fellowship with him and to glorify him. അവനെ മഹത്വപ്പെടുത്തുകയും അവനോട് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യണം. പക്ഷേ സുവിശേഷം തിരസ്കരിച്ചു. അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. What happened? His life became waste. അവന്റെ ജീവിതം വേസ്റ്റ് ആയി പോയി. അതിന് പറയുന്ന പേരാണ് നാശം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. എബ്രായലേഖനം 10 വായിക്കുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. 2 പത്രോസ് 3:7 പത്രോസ് പറയുന്നുണ്ട്, ഭക്തികെട്ട മനുഷ്യരുടെ നാശം, പെർഡീഷൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാക്ക് ബൈബിളിൽ കാണുമ്പോൾ ഓർത്തോണം. ഇറ്റ് ഈസ് ഷോയിങ് പെർഡിഷൻ മീൻസ് വേസ്റ്റ്, ദ എറ്റേണൽ വേസ്റ്റ് ഓഫ് ദ സോൾ. കർത്താവ് എന്തിനാ നരകത്തിന് ഗീഹന്ന എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്? ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഓൾ വേസ്റ്റ് ഈസ് ത്രോൺ. 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ വേസ്റ്റ് ആയിരുന്നു. അവന് കൊടുത്ത പേരാണ് നാശയോഗ്യൻ. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഈ നരകം നമുക്ക് മനസ്സിലാക്കി തരാൻ കർത്താവ് ഉപയോഗിക്കുകയാണ്. ആ പട്ടണത്തിലെ സകല വേസ്റ്റും സകല ഡെഡ് ബോഡിയും ആർക്കും വേണ്ടാത്തത് എറിഞ്ഞു കളഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ഗീഹന്ന. ആ വാക്കാണ് നരകത്തിന് കർത്താവ് ഉപയോഗിച്ചത്. ഇനിയും ആ വാക്കിനോടുള്ള ബന്ധത്തിൽ വചനം നമ്മളെ കുറെ കാര്യം കൂടെ പഠിപ്പിക്കും. ഒന്നെടുത്താട്ടെ, ജെറമ്യാവ് 7:32 3 പേര് ഈ സ്ഥലത്തിന് കൊടുത്തിട്ടുണ്ട്. ആ 3 പേരും വലിയ ആശയം നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരുന്നു. സൗന്മാരെ, ദൈവവചനമാണ്, ദൈവശ്വാസ്യമാണ്. ഇറ്റ് ഈസ് ഗോഡ് ഇൻസ്പയർഡ്. ഇതിനകത്ത് മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ നമ്മളെ സത്യങ്ങൾ മനസ്സിലാക്കി തരും. നമ്മളിപ്പോൾ കണ്ടില്ലേ, നരകത്തിന് ഉപയോഗിച്ച വേർഡാണ് ഗീഹന്ന. വേസ്റ്റ് എന്നുള്ള മനുഷ്യര് പോകുന്നു, അവരുടെ ലൈഫ് വേസ്റ്റ് ആയി പോയി. ലുക്ക് അറ്റ് Jeremiah chapter 7 and verse 32. ആ സ്ഥലത്തിന് പറഞ്ഞ 3 പേര്. യെരമ്യാവ് 7:32. അതുകൊണ്ട് ഇനി അതിന് തോഫെത്ത് എന്നും ബെൻഹിന്യോം താഴ്വര എന്നും പേര് പറയാതെ കൊലത്താഴ്വര എന്ന് പേർ വിളിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കുക, ആ സ്ഥലമാണ് ബെൻഹിന്നോം, അല്ലെങ്കിൽ വാലി ഓഫ് ഹിന്നോം. അതിന് തോഫെത്ത് എന്ന് പേര് പറയത്തില്ല, ഇനിയും കുലത്താഴ്വര എന്ന് പേര് പറയും. അപ്പോൾ അതിന് പേരുള്ളത് എന്താ? തോഫെത്ത്. എന്തിനായി തോഫെത്ത് എന്ന് പേര് പറഞ്ഞത് ഈ സ്ഥലത്തിന്? മറ്റു വാക്യം ഞാൻ എടുക്കുന്നില്ല, ഞാൻ പറയാം. തോഫെത്ത് എന്ന് ഈ സ്ഥലത്തിന് പേരുണ്ട്. ഈ നരകത്തിന്റെ മറ്റൊരു പേരാണ്, ഈ ഗീഹന്നയുടെ മറ്റൊരു പേരാണ് തോഫെത്ത്.
അത് പഠിക്കണമെങ്കിൽ ചില വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കണം. ഞാൻ ആ വാക്യം എടുക്കുന്നില്ല. എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു തീർക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഓടിച്ചു പറയട്ടെ. ചില സഹോദരന്മാർ എന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. നരകമെന്ന വിഷയം, സ്വർഗമെന്ന വിഷയം ചില ദിവസങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ കൊണ്ട് കണ്ടൻസ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് നരകമെന്ന വിഷയം. നോക്കുക, തോഫെത്ത് എന്ന വേർഡ് എന്തിനാ വന്നത്? ഞാൻ ചില വാക്യങ്ങൾ പറയാം. പലരും വാക്യം നോട്ട് ചെയ്യുന്നുണ്ട്. യെശയ്യാവ് 30:33 നോക്കിക്കാട്ടെ. സിസ്റ്റർ വേണേ ഒന്ന് വായിച്ചോ, അല്ലെങ്കിൽ ബ്രദർ ഒന്ന് വായിച്ചോ. യെശയ്യാവ് 30:33. അവിടെ ഈ തോഫെത്ത് എന്ന വേർഡ് പറയുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ അതിന് ദഹന സ്ഥലം എന്നാ പറഞ്ഞിരിക്കുന്നത്. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും മതി. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല. For Topheth has established of old. തോഫെത്ത് പണ്ട് തന്നെ ഒരുക്കിയിരിക്കുക. നിങ്ങൾ തോഫെത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡ്രം എന്നാണ്. തോഫെത്ത് എന്ന വേർഡിന്റെ അർത്ഥം ഡ്രം എന്നാണ്. 2 ദിനവൃത്താന്തം വായിക്കേണ്ട സമയമില്ല. 2 ദിനവൃത്താന്തം 28 ആദ്യത്തെ വാക്യം എടുത്ത് വായിച്ചാൽ, ജെരമ്യാവ് 32:35 എടുത്ത് വായിച്ചാൽ, ഈ തോഫെത്ത് എന്നുള്ള പേര് ഈ താഴ്വരയ്ക്ക് വരാൻ കാരണമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ മോളക്ക് എന്ന് പറഞ്ഞാൽ ഫയർ ഗോഡ് എന്നാണ്. ഫയർ ഗോഡ്, തീ ദൈവം. ഈ തീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഉണ്ടായിരുന്നു. സിസ്റ്ററെ വേണേ ഒരു വാക്യം ഒന്ന് വായിച്ചോ. ജെരമ്യാവ് 32:35. ബ്രദറോ സിസ്റ്ററോ ഒന്ന് വായിച്ചാട്ടെ. ജെരമ്യാവ് 32:35 ഒന്ന് വായിച്ചാട്ടെ. jeremiah 32:35. മോലേക്കിന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിന്റെ പൂജാഗിരികളെ പണിതു. അവിടെ കണ്ടോ ആ വാക്യം കണ്ടോ? മേലക്കിന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിൽ ബാലക്കിന്റെ പൂജാഗിരികളെ പണിതു. എന്റെ സഹോദരന്മാരെ, ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആഹാബ് രാജാവ് ഉണ്ടല്ലോ, ദുഷ്ടനായ ആഹാബ് രാജാവ് ഈ ബെൻഹിന്നോം താഴ്വരയിൽ ഒരു സംഭവം നടത്തി. അവരുടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിക്കാൻ അവിടെ താൻ ഒരു കാര്യം ചെയ്തു. ഒരു ബിംബം നാട്ടി, വലിയൊരു ലോഹബിംബം, വലിയ വലിപ്പമുള്ള ഒരു ലോഹബിംബം. ആ ബിംബത്തിന്റെ കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ലോഹബിംബത്തിന്റെ കരം നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താ നടക്കുന്നത്? ഇതിന്റെ അടിയിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുക. തീ ഇങ്ങനെ ദഹന സ്ഥലം, അവിടെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഈ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ, ജനിച്ച കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിക്കുക, അവരുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചുട്ടുപഴുത്തിരിക്കുന്ന മോളക്ക് ദേവനുണ്ടല്ലോ, അഗ്നിദേവൻ, അവന്റെ കരങ്ങൾ രണ്ടും ലോഹങ്ങളുടെ നിർമ്മിക്കപ്പെട്ടത് ചുട്ടുപഴുത്തിരിക്കുക. ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ കരത്തിലോട്ട് വെച്ചു കൊടുക്കും. അതിന്റെ പേര് അഗ്നിപ്രവേശം ചെയ്യിക്കുക. നിങ്ങൾ 2 ദിനവൃത്താന്തം 28 ചെന്നാൽ ആദ്യത്തെ വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ഞാൻ എടുത്ത് വായിക്കുന്നില്ല. പിന്നീട് ജോഷ്യ രാജാവാണ് നിയമം കൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിയത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ തീ കൊണ്ട് ചുട്ടു പഴുത്തിരിക്കുന്ന മോലക്കിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ കുഞ്ഞു കിടന്ന് കരയും, പിടയും കിടന്ന്. എന്നാൽ അവന്റെ ശബ്ദം ആരും കേൾക്കത്തില്ല. കാരണം എന്നാന്നറിയാമോ? ഇവിടെ ചുറ്റും നിന്നുകൊണ്ട് വലിയ ഡ്രം അടിച്ചുകൊണ്ടിരിക്കുക, വലിയ ഡ്രം ബീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഡ്രമ്മിന്റെ വലിയ ഡ്രമ്മുകളുടെ ശബ്ദം കൊണ്ട് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കത്തില്ല. പക്ഷേ ആ കുഞ്ഞ് അനുഭവിക്കുന്ന സഫറിംഗ് എന്നോർത്തെ. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ടോഫെത്ത് എന്ന് പേര് വന്നത്, എ പ്ലേസ് ഓഫ് ഡ്രം. വേസ്റ്റ് കളയുന്ന സ്ഥലം. നോക്കുക, ഈ വാക്യം കർത്താവ് എന്തിനടുത്ത് ഉപയോഗിച്ചു? ഈ ടോഫെത്ത്. കർത്താവ് പറയുകയാണ്, it is a place of cruelty and suffering. നരകം എന്ന് പറയുന്നത് അത് ഭയാനകമായ സഫറിങ്ങിന്റെ സ്ഥലമാണ്, അത് ഭയാനകമായ ക്രൂവൽറ്റിയുടെ സ്ഥലമാണ്. എന്റെ സഹോദരന്മാരെ, നിനക്ക് തടസ്സം സ്വർഗത്തിൽ കടക്കാൻ നിന്റെ കണ്ണാണോ? അത് നീ ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ട് നീ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളുക. അവിടെ പോകരുത് എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. Your life is going to be waste. You will go to a Topheth, which is a place of suffering, which is a place of cruelty. അവിടെ വിലാപ, valley of
ലാമെന്റേഷൻ, കരച്ചിലിന്റെ ഒരു സ്ഥലമാണ്. എത്ര ഭയാനകമാണ് ഈ നരകം! ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരിച്ചങ്ങോട്ട് ചെല്ലുമ്പം തന്നെ പ്രേതാത്മാക്കളാണ് റാഫ സ്വീകരിക്കാനിരിക്കുന്നത്. അവിടുന്ന് തുടങ്ങുകയാണ്. അത്ര ഭയാനകമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥലം. കർത്താവ് ഗിഹന്ന എന്ന വാക്കുപയോഗിച്ച് എനിക്ക് നിങ്ങൾക്കും അത് പറഞ്ഞു തരികയാണ്. അതിന്റെ ഭയങ്കരത്വം മനസ്സിലാക്കി തരികയാണ്. പാരഡൈസ് സ്വർഗത്തിന് ഉപയോഗിച്ച് സ്വർഗത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തന്ന പോലെ നരകത്തിന് എത്ര ആപ്റ്റ് വേർഡാണ് ഗിഹന്ന എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോക്കുക. നമ്മള് സ്വർഗത്തെ കുറിച്ച് ദൈവം അനുഭവിച്ചാൽ നാളെ ശ്രദ്ധിക്കും. സ്വർഗം എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹെവൻ എന്ന് ഹെൽ എന്ന് പറഞ്ഞാൽ. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ലൈറ്റ്, ബട്ട് ഹെൽ ഇസ് എ പ്ലേസ് ഓഫ് ഡാർക്ക്നെസ്. എനിക്ക് അല്ലെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ നിന്നും ഒക്കെ അതിന്റെ തെളിവുകൾ എടുത്തരായിരുന്നു. സ്വർഗം സന്തോഷത്തിന്റെ സ്ഥലമാണ്, നരകം കണ്ണുനീരിന്റെ സ്ഥലമാണ്. ഹെവൻ ഈസ് എ പ്ലേസ് ഓഫ് സിംഗിങ്. സ്വർഗം പാട്ടുപാടുന്നൊരു സ്ഥലമാണ്, നരകം കരയുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല, ഞാന് ഇന്ന് പ്രഭാതത്തിൽ അതോ ഇന്നലെ വൈകിട്ടാണോ ഞാനിരുന്ന് തിരുവചനം പരിശോധിച്ചപ്പോൾ ഈ നരകത്തിലോട്ട് ചെന്നിരിക്കുന്നത് ആരാന്ന് നോക്കിയേ. എ പ്ലേസ് ഓഫ് റിജക്ഷൻ ആൻഡ് വേസ്റ്റ്, എ പ്ലേസ് ഓഫ് സഫറിങ് ആൻഡ് ക്രൂവൽറ്റി, എ പ്ലേസ് ഓഫ് വൈൽഡ് കമ്പാനിയൻ. നമുക്ക് രണ്ട് ഭാഗം ഒന്ന് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 21. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് വൈൽഡ് കമ്പാനിയൻ. ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമായിരിക്കും ഇത്. വെളിപ്പാട് 21:8. വെളിപ്പാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. എന്റെ സഹോദരന്മാരെ, അവിടെ ചെല്ലുന്നവർ ആരൊക്കെയാണ്? ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവര്, കുലപാതകന്മാര്. നോക്കിയേ, പാപത്തിന്റെ ഭയാനകമായ പട്ടിക ഇവിടെ നിരത്തി വെക്കുകയാണ്. ഇങ്ങനെയുള്ളവരാണ് അങ്ങോട്ട് പോകുന്നത്. റോമാലേഖനം 1-ാം അധ്യായം എടുത്തേ. മറ്റൊരു പട്ടിക നമുക്ക് നോക്കാം. റോമൻസ് ചാപ്റ്റർ 1. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 29 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തുടങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. അയ്യോ, ഒന്ന് നോയിക്കാട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പട്ടിക നോയിക്കാട്ടെ. ഭയങ്കര ഈ പട്ടിക നോയിക്കാട്ടെ. ഞാനിത് വായിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി. പിന്നീട് നമ്മൾ വായിക്കുന്നു, ലോകം ഭയാനകമായ, നോക്കുക, വയലൻസ് ആൻഡ് കറപ്ഷൻ. മനുഷ്യനങ്ങോട്ട് വയലൻസും കറപ്ഷൻ കൊണ്ട് നിറയുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പാപം ചെയ്തിട്ട് പോലും മനുഷ്യൻ 1000 വർഷമൊക്കെ ജീവിക്കുക. അവള് മരിക്കാതങ്ങ് ജീവിക്കുകയാണെന്ന് വിചാരിച്ചോ? ഈ കറപ്ഷൻ കൊണ്ട്, ഈ വയലൻസ് കൊണ്ട് എങ്ങനെയിരിക്കും ഭൂമി? ഭൂമി എങ്ങനെ ഇരിക്കും? വയലൻസ് നിറഞ്ഞ മനുഷ്യരെ കൊണ്ട് ഭൂമി അങ്ങ് നിറയുക. എല്ലാ ക്രൂരതയും പ്രവർത്തിക്കുന്നു, എല്ലാ ദുഷ്ടതയും പ്രവർത്തിക്കുന്നു. അവര് മരിക്കുന്നുമില്ല. ഭൂമി എങ്ങനെ ഇരിക്കും? ദൈവം മരണം കൽപ്പിച്ചതൊരു അനുഗ്രഹമാണ്. ഇവനങ്ങ് മരിച്ചോട്ടെ. ഇവന്റെ ആയുസിനെ കുറച്ച് 100 വയസ്സിന് താഴെയാക്കി വെച്ചു. അതൊരു അനുഗ്രഹമാ ഒരു വിധത്തിൽ. അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാര് തന്നെ ഭൂമിയിൽ നിറഞ്ഞിരുന്നതിൽ ആര് ജീവിക്കൂടെ? ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്കൊക്കെ കൂട്ടുകാരുണ്ട്, നമുക്കൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട്. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയാൻ
കൂട്ടായ്മയെ ആചരിപ്പാൻ, ഒന്നിച്ചു ഭക്ഷിപ്പാനൊക്കെ നമുക്ക് കൊതിയാണ്. പക്ഷേ ഒരു ദുഷ്ടനുണ്ട്, ഒരു കുലപാതകനാണ്, മഹാവഷളനാണ്. നമ്മൾ അവരുടെ അടുക്കലോട്ട് പോകാൻ പോലും ഇച്ഛിക്കത്തില്ല. വി ഡോണ്ട് വാണ്ട് ദാറ്റ് കമ്പനി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ നരകത്തിൽ ആരാ കിടക്കുന്നേ? നമ്മൾ ഈ വചനത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഇറ്റ് ഈസ് ദ കമ്പനി ഓഫ് വൈൽഡ് കമ്പാനിയൻസ്. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെല്ലാം കൂടെ കിടക്കുന്ന സ്ഥലം എങ്ങനെയിരിക്കും? Can you imagine? What kind of place it will be? അതാ നരകം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ കിടക്കുന്ന സ്ഥലമാണ്, ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ കിടക്കുന്ന സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്. നരകമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ കിടക്കുന്ന സ്ഥലമാണ്. നോക്കുക, എത്ര ഭയാനകമായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല, നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അത്ര ഭയങ്കരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മള് മത്തായിയുടെ സുവിശേഷം 25:46 വായിക്കുന്നു, അവർ നിത്യദണ്ഡനം. ഞാൻ ആ ഭാഗം ഇരുന്ന് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നരകത്തെക്കുറിച്ച് ബൈബിളിൽ വെളിപ്പെടുത്തിയ എല്ലാ വാക്യങ്ങളും എനിക്ക് എടുക്കാൻ നിവൃത്തിയില്ല. നരകത്തിൽ തീയുണ്ട്, ലിക്വിഡ് ഫയറാണ്. അവിടെ ഗന്ധകം കത്തുന്നുണ്ട്, അവിടെ പുകയുണ്ട്, അവിടെ ഇരുട്ടുണ്ട്, അവിടെ പുഴുക്കളുണ്ട്, അവിടെ ദണ്ഡനമുണ്ട്, അവിടെ കരച്ചിലുണ്ട്, അവിടെ പല്ലുകടിയുണ്ട്, അവിടെ ദാഹമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ച് ന്യായവിധി ഉണ്ടാകുകയാണ് നരകത്തിൽ. എത്ര ഭയങ്കരമായിരിക്കും ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ന്യായവിധി. ദൈവമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിൽ വായിക്കുന്നു, അവനാകാത്തതും നല്ലതും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ വഴി യഹോവയുടെ മുമ്പാകെ ഇരിക്കുന്നു, അവന്റെ വഴികളെയൊക്കെ അവൻ തൂക്കി നോക്കുന്നു. ഇന്ന് പാപത്തെ ശിക്ഷിക്കാതെ വിടുന്നു എന്നാൽ മനുഷ്യൻ പരിഹസിക്കുന്നെങ്കിലും 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ മുമ്പിൽ ഇവ ഞാൻ നിരത്തി വെക്കും, 1 by 1. ദൈവം ഇത് നിരത്തി വെക്കും അവരുടെ മുന്നിൽ. എന്റെ സമയം ഏതാണ്ട് തീരുകയാണ്. ഞാൻ ഇവിടെ പ്രത്യേകം ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവാണ് ഈ സ്ഥലം സൃഷ്ടിച്ചെന്നുള്ളത് ഓർക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ കണ്ടു തീപ്പൊയ്ക. വെളിപ്പാട് 20:14 നോക്കാട്ടെ. റെവലേഷൻ ചാപ്റ്റർ 20 and verses 14, 14-ാമത്തെ വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. യെസ്, വീണ്ടും അടുത്ത വാക്യത്തിലുമുണ്ട്, ജീവസ്വത്തിൽ പേരെഴുതിക്കാണ് തീപ്പൊയ്കയിൽ നിന്ന്. ലേക്ക് ഓഫ് ഫയർ എന്നാണ് അവിടെ വായിക്കുന്നത്. ലേക്ക് ആണെങ്കിൽ അതൊരു ലിക്വിഡ് ഫോമിലായിരിക്കും. ഷുഡ് ബി ഇൻ ലിക്വിഡ് ഫോം. ഷുവാർസ് എന്ന് പറയുന്ന C.T. ഷുവാർസ് എന്ന് പറയുന്ന ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു തീസിസ് സമർപ്പിച്ചു അദ്ദേഹം, ഷുവാർസ്. ആ തീസിസിന്റെ സമ്മറി ഞാൻ ഏതാനും വാക്കുകളിൽ പറയാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ സമ്മറി, അദ്ദേഹത്തിന്റെ റിസർച്ചിലൂടെ ഈ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ ആ തീസിസിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അദ്ദേഹം തെളിയിക്കുക. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് മിഡ്ജറ്റ് ഓർ വൈറ്റ് ഡ്രോഫ് സ്റ്റാർ എന്ന് പറയും, വെള്ളക്കുള്ള നക്ഷത്രങ്ങളുടെ ഒരു സ്ഥലം. ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് പക്ഷെങ്കില് ഒരു കൂട്ടം നക്ഷത്രങ്ങള് കുള്ള നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഡ്രോഫാണ്. അതെന്തുകൊണ്ടാണെന്ന് ശാസ്ത്രം പരിശോധിച്ചു നോക്കി. ഉദാഹരണമായിട്ട് നോക്കുക, ഈ ഭൂമിയുടെ ഡയമീറ്റർ 8000 മൈല. ഈ 8000 മൈൽ അങ്ങ് 400 മൈലാക്കിയെന്നിരിക്കട്ടെ. അത് കുറച്ചു കൊണ്ടുവരുമ്പോഴാണ് അത് ഡ്രോഫ് ആകുന്നത്, അത് ചെറുതായിട്ട് മാറും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്നോ സംഭവിക്കും, ഭയങ്കര പ്രഷറാണ്. ആ പ്രഷറിൽ ആറ്റം എക്സ്പ്ലോഡ് ചെയ്യും. ആറ്റം എക്സ്പ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ചൂട് ഏതാണ്ട് 25 million to 30 million degree ഫാരൻഹീറ്റ് ആകും. ആ ചൂടില് ആറ്റംസ് എക്സ്പ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ന്യൂട്രോൺസും പ്രോട്ടോണും ഒക്കെ വേറെ വേറെ കൂടി ഒന്നിച്ചങ്ങാകും. അങ്ങനെ വന്ന നക്ഷത്രങ്ങളാണ്
വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് അവിടെ ഇവയ്ക്ക് ഒരിക്കലും ഇനി മടങ്ങി വരാൻ സാധിക്കുകയില്ല. മടങ്ങി വരാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഈ 8000 മൈൽ അതിന്റെ ഡയമീറ്റർ വളർന്നെങ്കിലേ നോർമൽ സൈസിൽ വരത്തുള്ളൂ കൂളാകാൻ. പക്ഷെ അത് വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഈ പ്രോസസ്സിംഗിൽ അത് നടക്കുകയാണ്. അതായത് വീണ്ടും ഈ ചൂട് കൂടിയിട്ട് വീണ്ടും ആറ്റം എക്സ്പ്ലോഡ് ചെയ്യും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു വേപ്പറും ലിക്വിഡുമായി കിടക്കുകയാണ് ഈ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ്. നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു കൂട്ടം നക്ഷത്രങ്ങളുണ്ട്. അതാണോ നരകമെന്നല്ല, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ നരകം തിരുവചനത്തിൽ വായിച്ചതുപോലെ തീ പൊയ്യുകയാണ്, ലേക്ക് ഓഫ് ഫയർ ആണ്. അങ്ങനെ ഒരു സ്ഥലം പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് നിങ്ങൾ നെറ്റിലോ കമ്പ്യൂട്ടറിലോ കയറി നോക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയും. അത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചത് CT ഷുറാഫ് എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ ഓർപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം പറയുന്നു there is a place known as liquid fire ഫോമിൽ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ബൈബിളിൽ വായിക്കുന്നു ആ നരകം നമ്മുടെ കർത്താവ് സൃഷ്ടിച്ചതാണ്. എങ്ങനെയൊക്കെ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തുകയാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവാണ്, ഞാൻ പറഞ്ഞു 12 പ്രാവശ്യം ഗിഹന്ന എന്ന വേർഡ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ 11 പ്രാവശ്യവും യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. അവനതിന്റെ ഗൗരവം എടുത്തു. അവനതിന്റെ ഭയാനകത്വം അറിയാം. അവൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് നമ്മളെ വീണ്ടെടുക്കാൻ, നശിച്ചു പോകാതിരിപ്പാൻ, നമ്മുടെ ലൈഫ് വേസ്റ്റായി പോകാതിരിപ്പാൻ ക്രൂശിൽ കർത്താവ് മരിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാനാണ്. അതിന്റെ ഗൗരവം കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ മർക്കോസ് 9 വായിച്ചതുപോലെ കരം വെട്ടിക്കളയുവാനും കാല് വെട്ടിക്കളയുവാനും കണ്ണ് ചൂഴ്ന്നു കളയുവാനും ആ സ്ഥലത്തുനിന്ന് നിങ്ങൾ ഓടിക്കോ, രക്ഷപ്പെട്ടോളാൻ കർത്താവ് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് ഓർക്കാം, ഭയാനകത്വം ഓർക്കാം. നമ്മുടെ കർത്താവ് പറയുകയാണ്, ദൈവക്രോധം വെളിപ്പെടുത്തുന്ന, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലുപരിയാണ് നരകം. അവിടെ നിന്ന് ചിലരെ വലിച്ച് രക്ഷിക്കാൻ. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഓർത്തു, മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അങ്ങ് അലസിപ്പോയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് he is not going to be saved. അവൻ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അലസിപ്പോയാൽ അവൻ രക്ഷപ്പെട്ടേനെ. മനുഷ്യനായി ജീവിക്കാതിരുന്നാൽ മതിയായിരുന്നു. മനുഷ്യനായി ജീവിക്കുന്നെങ്കിൽ യു ആർ എ റെസ്പോൺസിബിൾ പേഴ്സൺ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നരകത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും, ഭീകരതയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. ഇത് പലരോട് സുവിശേഷം പറഞ്ഞ് അവരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ സുവിശേഷ പ്രവർത്തനത്തിന് കുറച്ചുകൂടെ ഉത്സാഹമുണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാളെ നമുക്ക് സ്വർഗമെന്ന വിഷയം നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു സീരീസ് ഓഫ് ക്ലാസ് ആണ്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ അത് നിർത്തിത്തരാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.